നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജനുവരി 3-ന് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ മുഖ്യമന്ത്രി നടത്തിയ ക്രിസ്തുമസ് പുതുവത്സര വിരുന്നിന് ചെലവായത് വൻ തുകയാണ്. പൗരപ്രമുഖർക്ക് വേണ്ടി നടത്തിയ വിരുന്നിൽ ഭക്ഷണത്തിന് മാത്രം 16 ലക്ഷം രൂപ ചെലവായി. വിരുന്നിനെത്തിയവർക്ക് കൊടുത്ത കേക്കിന് മാത്രം 1.2 ലക്ഷം രൂപയാണ് ചെലവായത്. പരിപാടിയുടെ ക്ഷണക്കത്ത് തയ്യാറാക്കിയ വകയിൽ 10,725 രൂപയും ചെലവായി. ഇത് മൂന്നും സർക്കാർ ഖജനാവിൽ നിന്ന് അനുവദിച്ച് പൊതുഭരണ വകുപ്പ് ഉത്തരവിട്ടു. സംസ്ഥാനം വലിയ സാമ്പത്തിക ഞെരുക്കത്തിൽ നിൽക്കുന്നതിന്റെ കണക്കുകൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സർക്കാർ ധൂർത്ത് നടത്തിയതിന്റെ കണക്കുകൂടി പുറത്താകുന്നത്. തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിലാണ് ഭക്ഷണം തയ്യാറാക്കിയ വകയിൽ 16,08,195 രൂപ അനുവദിച്ചത്. പട്ടം സെന്റ് മേരീസ് സ്കൂളിന് സമീപത്തുള്ള സ്ക്വയർ 1 ഹോം മെയ്ഡ് ട്രീറ്റ്സ് എന്ന സ്ഥാപനത്തിനാണ് കേക്ക് തയ്യാറാക്കിയ വകയിൽ 1.2 ലക്ഷം രൂപ അനുവദിച്ചത്. ദിസ് ആൻഡ് ദാറ്റ് എന്ന പരസ്യ കമ്പനിയാണ് പരിപാടിക്കായി ക്ഷണക്കത്ത് തയ്യാറാക്കിയത്. ഇവർക്കാണ് 10,725 രൂപ നൽകിയത്. ഫെബ്രുവരി 2-ന് പുറപ്പെടുവിച്ച ഉത്തരവിൽ ട്രഷറിയിലെ എന്റർടൈൻമെന്റ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി അക്കൗണ്ടിൽ നിന്നാണ് പണം അനുവദിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. വൻ ധൂർത്ത് നടത്തി വലിയ സാമ്പത്തിക ബാധ്യതയാണ് പിണറായി സർക്കാർ വരുത്തി വെച്ചിരിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ ധൂർത്ത് തന്നെ മലയാളിയുടെ നടു ഓടിച്ചു. തുടർ ഭരണം കിട്ടിയപ്പോൾ കേരളം കുളം തോണ്ടി കയ്യിൽ തന്നിട്ടുണ്ട്. മലയാളി ഇപ്പോൾ നട്ടം തിരിഞ്ഞു നിൽക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പറയുമ്പോൾ നേരെ കേന്ദ്രത്തിലേക്ക് വിരൽ ചൂണ്ടും. അയ്യോ, കേന്ദ്രം അവഗണിക്കുന്നേ എന്ന കരച്ചിലാണ്. എന്നാൽ ഈ സർക്കാർ വരുത്തിയ ധൂർത്തിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല. സർക്കാർ പദ്ധതികൾ പാതി വഴിയിൽ കിടക്കുമ്പോഴാണ് ഓരോന്ന് പറഞ്ഞ് ധൂർത്ത് നടത്തി കോടികൾ അടിച്ചെടുത്തത്. ക്ലിഫ് ഹൗസിൽ തന്നെ മിനുക്ക് പണിയുടെ പേരിൽ ലക്ഷങ്ങൾ തട്ടി. തൊഴുത്ത്, ചാണകക്കുഴി, സ്വിമ്മിംഗ് പൂള്, ഒടുവിൽ 7 ലക്ഷത്തിന്റെ കർട്ടൻ വരെ. ഇതിനെതിരെയാണ് കെ രമ നിയമസഭയിൽ പിണറായി വിജയനെ നിർത്തിപ്പൊരിച്ചത്. ക്ലിഫ് ഹൗസിൽ 7 ലക്ഷത്തിന്റെ കർട്ടണോ, അതെന്താ സ്വർണം കൊണ്ടുണ്ടാക്കിയതാണോ എന്നാണ് കെ രമ ചോദിച്ചത്. ഈ ചോദ്യത്തിനു മുന്നിൽ മുഖ്യന്റെ നാവിറങ്ങിപ്പോയി. ഉപയോഗം കഴിഞ്ഞ് ആ കർട്ടണും മ്യൂസിയത്തിൽ വെക്കുമോ എന്നാണ് കെ രമ ആക്ഷേപിച്ചത്. തൊലിക്കട്ടി അപാരമായതുകൊണ്ട് പിണറായിക്കുണ്ടോ കുലുക്കം? സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി നൽകാൻ പോലും പണമില്ലാത്ത സർക്കാർ 27 കോടി രൂപ ചെലവിട്ട് എന്തിനാണ് കേരളീയം നടത്തിയതെന്ന് കേരളം ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പട്ടിണി മരണത്തിന് മുൻപുള്ള അത്താഴമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നിപ്പോകും. ഈ രീതിയിലാണ് വലിയ വിമർശനം വന്നത്. തിരുവനന്തപുരം നഗരം മുഴുവൻ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും കട്ടൗട്ട് വെച്ചു. മുഖ്യമന്ത്രിയുടെ ചിത്രത്തിന് താഴെ നിങ്ങൾക്കൊപ്പം ഞാനും എന്നാണ് അടിക്കുറിപ്പ്. 40 കാറും 1000 പോലീസുകാരും അകമ്പടി സേവിക്കുന്ന മുഖ്യമന്ത്രി എങ്ങനെയാണ് സാധാരണക്കാർക്കൊപ്പമാകുന്നത്?